നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ മാഡം. എന്താണ് വലിയ ഗൗരവത്തിലാണല്ലോ? എന്റെ ഗൗരവത്തിന്റെ കാരണം ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നത്. എന്നിട്ട് അർച്ചന എന്താ അങ്ങനെ പറഞ്ഞെന്ന് നീ തിരക്കിയോ? ഇല്ല. അതെന്താ? അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ. അവള് നിന്നെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞതിന്റെ പിന്നാലെ ഞാൻ എന്തിനു പോകണം? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മളെ ഇവിടുന്ന് പുറത്താക്കുന്നല്ലേ അർച്ചന പറഞ്ഞത്. നമ്മളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയും ക്ലോസ് ചെയ്തിട്ടാ ഞാനിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം നീ ഈ ലഡു ഒന്ന് കഴിച്ചേ. മധുരം കഴിക്കുമ്പോഴേക്കും ആ ഗൗരവമൊക്കെ ഒന്ന് മാറും. എടുക്കടോ. അല്ല, ഇന്നെന്താ വിശേഷം? നിന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ. ബർത്ത്ഡേ ഒന്നുമല്ല. ഇത് എന്റെയും സ്നേഹയുടെയും വിവാഹം ഉറപ്പിച്ചതിനുള്ള സന്തോഷത്തിൻ്റെ. ആരുടെ സന്തോഷം? നിന്റെ സന്തോഷം. എനിക്കൊരു തരത്തിലും സന്തോഷമുള്ള കാര്യമല്ല. നീ ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ പോ. ദേവന്തികെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്. എന്താ നീ പലതവണ പറഞ്ഞ കാര്യം? നീ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നോ? അങ്ങനെയാണെങ്കിൽ നീ ചെയ്യേണ്ടത് സേതുമാധവൻ മുതൽ സ്നേഹ വരെയുള്ള ഇവിടെയുള്ള സകലതിനെയും കൊന്നിട്ട് നീ എന്നോടൊപ്പം ജീവിച്ചു തുടങ്ങണം. അതിലാ എന്റെ നന്മയും സന്തോഷമൊക്കെ ഇരിക്കുന്നെ. അല്ലാതെ എന്റെ മുന്നിൽ വെച്ച് മറ്റൊരു വിവാഹം കഴിച്ചല്ല എനിക്ക് നന്മ ഉണ്ടാക്കേണ്ടത്. ഒരു ലഡും കൊണ്ട് നടക്കുന്നു. ഇതിനൊക്കെ എന്നെ പറഞ്ഞാ മതിയല്ലോ. വേലിയിലിരുന്നതിനടുത്ത് വേലിയിലിരുന്നതിനടുത്ത് ശരിയായ സ്ഥലത്ത് തന്നെയാ നീ വച്ചിരിക്കുന്നേ. ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ തന്നെയല്ലേ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ അല്ലേ? അതെ, അത് നിനക്കും എനിക്കും നന്നായിട്ട് അറിയാം. നിന്റെ പൊസസീവ്നെസ് കാരണം നീ അത് സമ്മതിച്ചു തരുന്നില്ല എന്നേ ഉള്ളൂ. എന്തൊക്കെയാ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. അത് സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയില് നീ അതും ഇതും പറഞ്ഞ് എന്നെ കൂടി ആശയക്കുഴപ്പത്തിലാക്കരുത്. ഞാൻ നിന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നതല്ല. ആരെയും ഭയക്കാതെ ഈ വീട്ടിൽ ജീവിച്ചിരുന്ന എനിക്ക് ഇപ്പോ ഭയം തോന്നി തുടങ്ങിയിരിക്കുക. നിന്റെ സ്നേഹയുടെ വിവാഹം വരെ എത്തി കാര്യങ്ങൾ. ഇനി അത് നടന്നൊന്നും വരും. നാളെ ഒരു സമയം ഈ വിവാഹം നടന്നു കഴിയുമ്പോ കെട്ടിയ താലി കുടുങ്ങി നിന്റെ മനസ്സ് മാറിയ ഞാൻ ഒറ്റപ്പെട്ടു പോകും. ആ ചിന്ത എന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കൂടാന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഉറപ്പ് പറയാൻ പറ്റും. നീ ചിന്തിക്കുന്ന പോലെയല്ല ധനുഷും ധനുഷിന്റെ രീതികളും. ഇതൊക്കെ നിന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് തോന്നുന്നതാ. ഇനി അങ്ങോട്ട് നീ കരുതുന്ന പോലെ ഒന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത്. തീക്കൊള്ളി കൊണ്ടാ തല ചൊറിഞ്ഞിരിക്കുന്നെ. അതെപ്പോഴാണേലും ആപത്താ. നുണകളുടെ മേൽ നുണകൾ പറഞ്ഞ് എത്ര നാളിങ്ങനെ പോവാനാവും? നീ ഈ കരുതുന്ന പോലെ അധിക നാളൊന്നും ഇല്ല. എല്ലാത്തിനും ഒരു അവസാനം ഉടനെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഞാനായിട്ട് തുടങ്ങിയ ഈ കളി ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചേക്കാം. അതെങ്ങനെ എവിടെ അവസാനിപ്പിക്കണമെന്നും എനിക്കറിയാം.
വളരെ കുറച്ച് സാവകാശം മാത്രം നീ എനിക്ക് തന്നാ മതി. ഇവിടെയുള്ള എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാനും നമ്മുടെ ജീവിതം തുടങ്ങാനും. അതുവരെ അർച്ചനയെന്നല്ല ആരെയും നീ ഭയക്കണ്ട. അവള് പറയുന്നത് കാര്യമായിട്ട് എടുക്കാൻ വേണ്ട. ധനുഷേ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല അർച്ചന. നമ്മൾ ചിന്തിക്കാത്തടത്ത് അവളുണ്ടാവും. നമ്മൾ കാണാത്ത അവള് കാണും, നമ്മൾ കേൾക്കാത്തത് അവള് കേൾക്കും. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ അവള് കേൾക്കട്ടെ. എനിക്ക് ഒരു തരത്തിലുള്ള ഭയവും ഇല്ല. നീയും ഭയക്കേണ്ട കാര്യമില്ല. നീ ഇവിടെ സമാധാനമായിട്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ ഈ ലഡു കൊണ്ട് എല്ലാവർക്കും കൊടുക്കട്ടെ. നിനക്കെന്താ ഇവിടെ കാര്യം? ഇറങ്ങി പോ പുറത്ത്. പോവാൻ. എനിക്കെന്താ ഇപ്പൊ ഇവിടെ കാര്യം എന്നൊക്കെ ഞാൻ പറയാം. പക്ഷേ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വന്നതാ. അപ്പോ ഇവിടെ മറ്റൊരു ചർച്ച നടക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ കരുതാത്തതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു. എല്ലാം കേട്ടുവെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കെല്ലാം മനസ്സിലായെന്നും കൂടിയാ. എന്റെ ചില സംശയങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. കൊള്ളാം എന്തായാലും. നീ എന്ത് കേട്ടെന്ന്? നിനക്ക് എന്ത് മനസ്സിലായെന്ന്? ഞങ്ങളതിന് ആവശ്യമില്ലാത്തൊന്നും സംസാരിച്ചില്ലല്ലോ. അരുതാത്തൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഒന്നും പറഞ്ഞില്ലേ? നല്ലോണം ഓർത്തു നോക്കി. അതില് ധനുഷ് പറഞ്ഞതില് ചെറിയൊരു തിരുത്തുണ്ട്. അർച്ചനയെ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊന്ന് തിരുത്തണം. അർച്ചനയെ അവന്തിക പേടിക്കണം. എന്തിന്? ധനുഷ് പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്തികയ്ക്ക് അർച്ചനയെ ഒരു പേടിയില്ല. ഇനിയൊട്ട് വരാനും പോകുന്നില്ല. പേടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.